മലപ്പുറം ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയയുടെ 70-ാം വാർഷിക പ്രഖ്യാപന പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ മില്ലി കൗൺസിൽ സെക്രട്ടറി മുഫ്തി ഉമർ ആബിദീൻ ഖാസിമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മതരാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മതഭൗതിക മേഖലകളിൽ ശാന്തപുരം അൽ ജാമിയയുടെ വിദ്യാഭ്യാസ പദ്ധതികൾ ഇന്ത്യൻ മുസ്ലിം മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഫ്തി ഉമർ ആബിദീൻ ഖാസിമി പറഞ്ഞു. പരിപാടിയിൽ എംപിമാരായ ഇ.ടി. മുഹമ്മദ് ബഷീർ, അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാൻ, എം.എൽ.എമാരായ നജീബ് കാന്തപുരം, പി അബ്ദുൽ ഹമീദ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. കാലം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പഠിക്കുന്ന ആളുകളുടെ മനഃശാസ്ത്രത്തിൽ മാറ്റം വന്നു, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ മാറ്റം അനിവാര്യമായിട്ട് വന്നു. മറ്റ് പല രംഗത്തും നൂതനമായ പല സംരംഭങ്ങളും വേണ്ടി വന്നു. ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് വിഷൻ, രണ്ടാമത്തെ ഡിറ്റർമിനേഷൻ. അള്ളാഹു സഹായിച്ചത് രണ്ടും ഇതിൻ്റെ സംഘാടകർക്കുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം. അൽ ജാമിയയുടെ പുതിയ സംരംഭമായ നോളജ് വേൾഡ് പ്രൊജക്ടിന്റെ പ്രഖ്യാപനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. ശ്രദ്ധേയ സംഭാവനകൾ നൽകിയ പൂർവ്വ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ചു. അൽ ജാമിയ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളോടെയാണ് സമ്മേളനം സമാപിച്ചത്. മീഡിയ 1 മലപ്പുറം.